ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി പരിപ്പ് വട. എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കടിയാണെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഭയങ്കരമായിട്ട് പേസ്റ്റ് ആക്കണമില്ല, ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രഷ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് ഇവിടെ പരിപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. കൂടുതൽ അരഞ്ഞു പോകരുത്, എന്നാൽ കുറേ അരയുകയും വേണം. അങ്ങനത്തെ ഒരു പാകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം. പിന്നെ ഞാൻ ചെയ്യുന്നത് കാണിച്ചിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, കുറച്ച് വേപ്പില. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ നല്ലപോലെ ചതച്ചെടുക്കണം കേട്ടോ. ഞാൻ ചതച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നു. അതൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഉള്ളിയൊക്കെ കടിക്കുമ്പോഴേ. അങ്ങനെ ഞാൻ എല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുനുകുന അരിഞ്ഞാലും മതി. ഞാനിപ്പോൾ എല്ലാം ചതച്ചെടുത്തപ്പോൾ എനിക്ക് അരിയാനുള്ള മടി കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം ചതച്ചെടുത്തിട്ടുള്ളത്. അങ്ങനത്തെ നല്ലപോലെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ആ പരിപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പരിപ്പിന് ആവശ്യമായിട്ടുള്ള രീതിക്കുള്ള ഉപ്പ്. പിന്നെ നമുക്കിനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുള്ളൂ. എനിക്ക് കുറച്ച് റെഡ് കളറിലേക്കാൻ ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നല്ലപോലെ ഒരു മഞ്ഞ കളറായിട്ടേക്കപ്പോൾ അതല്ലെങ്കിൽ നല്ലപോലെ കരിയിക്കേണ്ടി വരും. അതുകൊണ്ട് ആ റെഡ് കളർ ഇട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 സ്പൂണോളം പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെ പരിപ്പോടയിൽ ഇങ്ങനെ പരിപ്പായിട്ട് തന്നെ കിടക്കണ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നല്ലത്. ഇതിന് മുന്നേ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കൈ കൊണ്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു അളവിലെന്ന് പറയുമ്പോൾ 10 പരിപ്പോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു ചെയ്താണ്. കറക്റ്റ് 10 എണ്ണം ആക്കിയും എടുത്തു ഞാൻ. അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പരിപ്പ് വട ഒന്ന് പ്രസ് ചെയ്തിട്ട് പരിപ്പ് വട ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ടെടുത്തിട്ട് നമുക്ക് മുരിയാത്ത ഭാഗം കൊണ്ട് നല്ലപോലെ മുരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ 2 ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റും കൂടിയുള്ള പരിപ്പ് വടകൾ ഇട്ടിട്ട് നല്ലപോലെ മുരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ, അധികം പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് മഴയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പരിപ്പുവടയും ചായയും കൂടിയൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല ഇപ്പം. പിന്നെ ഞാനങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയതാണ് പരിപ്പുവട. കുറേ നാളായി ഇപ്പോൾ കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ പരിപ്പുവട ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കട്ടൻ ചായ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ പാൽ ചായയാണ് ഇപ്പോൾ ഉള്ളത്. പാൽ ചായയുടെയും കൂടി കഴിച്ചാൽ നല്ല രസമുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. ഇതുണ്ടാക്കിയപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.